ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാക്ട് ഫയൽസ് മലയാളം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് താമരയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം താമര നമ്മുടെ ദേശീയ പുഷ്പമാണെന്ന്. താമര ഇന്ത്യയുടെ മാത്രമല്ല വിയറ്റ്നാമിൻ്റെയും ദേശീയ പുഷ്പമാണ്. നിലംബോ ന്യൂസിഫെറ എന്നാണ് താമരയുടെ സയന്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം. പത്മം, അരവിന്ദം, കമലം, സരസീവികം, പങ്കജം, ശതപത്രം എന്നിവയാണ് താമരയുടെ സംസ്കൃത നാമം. ഹിന്ദുമതം, ബുദ്ധമതം, പുരാതന ഈജിപ്ത് വിശ്വാസങ്ങൾ തുടങ്ങിയ സംസ്കാരത്തിൽ താമരയ്ക്ക് വലിയ സാംസ്കാരികതയും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. താമര പലപ്പോഴും വിശുദ്ധിയുടെയും പുനർജന്മത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും പ്രതീകമായി കാണപ്പെടുന്നു. ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത് പിങ്ക് നിറത്തിലും വെള്ള നിറത്തിലുമുള്ള താമരയാണ്, അതായത് നാടൻ താമര അഥവാ കാട്ടുതാമര. ഇവ കൂടുതലും കാണപ്പെടുന്നത് കുളങ്ങളിലും തടാകങ്ങളിലും സാവധാനം ചലിക്കുന്ന നദികളിലുമാണ്. താമര രണ്ട് സ്പീഷീസായി തരംതിരിച്ചിരിക്കുന്നു: നിലംബോ ന്യൂസിഫെറയും നിലംബോ ലൂട്ടിയയും. നിലംബോ ന്യൂസിഫെറ കൂടുതലും കാണപ്പെടുന്നത് ഇന്ത്യ, ചൈന, ജപ്പാൻ, നോർത്ത് അമേരിക്കയിലുമാണ്. നിലംബോ ലൂട്ടിയ കൂടുതലും അമേരിക്കൻ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. താമരകളിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഫെദർ സ്കേർട്ട് ലോട്ടസ്, ലേഡി ബിംഗിൾ, നിലംബോ അൾട്ടിമേറ്റ് 1000 പെറ്റൽ, പിങ്ക് ക്ലൗഡ്, ഗ്രീൻ ആപ്പിൾ, ലിറ്റിൽ റെയിൻ, നിലംബോ അക്കില, വൈറ്റ് പഫ്, യെല്ലോ പിയോണി, ലവ് ബീറ്റ്, തായ് ഹൈബ്രിഡ് എന്നിങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഓരോ താമരയ്ക്കും അവർക്ക് വളരാനുള്ള കാലാവസ്ഥ നിർബന്ധമാണ്. അതുകൂടാതെ പലർക്കുമുള്ള സംശയമാണ് താമര ഇൻഡോർ പ്ലാന്റായി വളർത്താൻ പറ്റുമോ. താമരയ്ക്ക് വളരണമെങ്കിൽ തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശം നിർബന്ധമാണ്. അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റായി താമര ഒരിക്കലും വളർത്താൻ പറ്റില്ല. താമരയുടെ ഇലകൾ ഹൈഡ്രോഫോബിക് ആണ്. ഇതവയെ വരണ്ടതാകാനും ഫംഗസിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. താമര നമുക്ക് 3 രീതിയിൽ വളർത്താൻ പറ്റും. താമരയുടെ വിത്ത് ഉപയോഗിച്ച് വളർത്താം, ട്യൂബർ ഉപയോഗിച്ച് വളർത്താം, താമരയുടെ റണ്ണേഴ്സ് ഉപയോഗിച്ചും വളർത്താൻ പറ്റും. കൂടുതൽ ആളുകളും താമരയുടെ ട്യൂബർ ഉപയോഗിച്ചാണ് വളർത്താറുള്ളത്. കാരണം ഇങ്ങനെ വളർത്തിയാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവാൻ സഹായിക്കുന്നു. തണുപ്പ് കാലങ്ങളിൽ, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ താമരച്ചെടിയുടെ വളർച്ച മുരടിക്കുകയും അതിൻ്റെ ഇലയും പൂവും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ വരാനുള്ള കാരണം ചെടി തൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. താമരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. താമരയുടെ തണ്ട്, കിഴങ്ങ്, പൂവ് ഇതുപയോഗിച്ച് ഒരുപാട് മരുന്നുകളും സൗന്ദര്യം വർദ്ധിക്കാനുള്ള ബ്യൂട്ടി പ്രോഡക്ട്സും ഉണ്ടാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.